റോഷിച്ചു ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന വയസ്സൻ കുഴഞ്ഞു വീണ് മരിച്ചു. ബാങ്കിന് മുന്നിൽ ക്യൂ നിന്നവരെ പോലീസ് മർദ്ദിച്ചു. 500 രൂപയുടെ പുതിയ നോട്ടുകൾ ATMകളിൽ ഉടനെ എത്തും. എടോ, തനിക്കിതൊന്നും അറിയണ്ടല്ലോ. ഏത് സമയം അതീ കുത്തിക്കൊണ്ടിരുന്നാ മതിയല്ലോ. എന്റെ സാറ്, ഞാൻ ഈ ന്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ വായിച്ചതാ. അയ്യോ, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തെ. വൈഫേ ബാങ്കിൽ ക്യൂ നിൽക്കുമായിരുന്നു. ഹലോ, എടി നീ ക്യൂവിലല്ലയോ? അതെ ചേട്ടാ, ബാങ്കിലെ ടോക്കൺ നമ്പർ 310. അതുകൊണ്ട് ഞാൻ ടോക്കൺ എടുത്ത് മാവേലി സ്റ്റോറിന്റെ ക്യൂവിൽ നിൽക്കുവാ. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്കും ബാങ്കിലെ സമയം കറക്റ്റ് ആവും. അല്ല, അപ്പൊ നീ റേഷൻ കടയിൽ പോകുന്നില്ലയോ? ഒരു 3 മണിയാകുമ്പോ റേഷൻ കടയിൽ പോവാം. അപ്പോഴേക്ക് ഇതൊക്കെ കഴിയും. അല്ല, ചേട്ടനിപ്പോ എവിടെയാ? അതെ, ഞാനേ സിനിമാ തിയേറ്ററിന്റെ മുന്നില് ക്യൂവിൽ നിൽക്കുവാന്നേ. ആണോ? ശരി ചേട്ടാ, ഞാൻ വിളിക്കാം. ഓക്കെ. അയ്യോ, എന്റെ സാർ എന്തിനാ വെറുതെ കള്ളം പറഞ്ഞേ? സാറിയുടെ ഒരു ജോലിയിലിരിക്കുമല്ലേ. നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ? അവര് ക്യൂവിൽ നിന്ന് കഷ്ടപ്പെടുമ്പോ നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് അറിഞ്ഞാ അത് പ്രശ്നമാവത്തില്ലയോ? പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് കയറുമ്പോ ഭക്ഷണത്തിന് വരെ ക്യൂ നിൽക്കേണ്ടി വരും. ഓ, അങ്ങനെ. എന്താ കരയാതെ കാര്യം പറയൂ. എന്താ പ്രശ്നം എന്ന് പറയേ. എന്താടോ? ഇത് രാമേന്ദ്രൻ ചേട്ടൻ. ചേട്ടന്റെ മോളെ കാണാനില്ലെന്ന്. ഓ, എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ രാവിലെ സാറേ, വീട്ടിൽ നിന്ന് പോയതാ. പോയ സമയം എഴുത്തുവെല്ലാം കിട്ടിയായിരുന്നോ? ഇല്ല സാറേ. മോക്ക് എത്ര വയസ്സായി? എന്താ മോളുടെ പേര്? 21 കഴിഞ്ഞതേ ഉള്ളൂ. അവളുടെ പേര് ലക്ഷ്മി എന്നാ. എന്റെ മോളൊരു പാവമാ സാറേ. കരയണ്ട. അതെ, കുട്ടി മൊബൈൽ വല്ലതും കൊണ്ടുപോയിരുന്നോ? കൊണ്ടുപോയിരുന്നു സാറേ. ആളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ട് സാറേ. ഏതായാലും ഫോട്ടോയും ഫോൺ നമ്പറൊക്കെ ആയിട്ട് ചേട്ടനൊരു പരാതി എഴുതാ. ഞങ്ങൾ അന്വേഷിക്കാം. എന്താ പരാതി? ഇദ്ദേഹത്തിന്റെ മകള് മിസ്സിംഗ് ആണ് സാർ. ആണോ? എപ്പോ? ഇന്നലെ രാവിലെ മുതല്. ഇതാ സാർ ആള്. തന്റെ മോള് എവിടെ പോയതാ? ബാങ്കിൽ പോയതാ സാറേ. വീട്ടിൽ ചില മരാമത്ത് പണികൾ നടക്കുന്നുണ്ട് സാറേ. പണിക്കാർക്ക് കാശ് കൊടുക്കാൻ എപ്പോഴും ATMൽ പോകണ്ടേ സാറേ. അതിന് മോളാ പോകാറ്. ഓ, അങ്ങനെ പോയതാ അല്ലേ? അതെ സാറേ. ഇന്നലെ വൈകുന്നേരമായിട്ടും അവളെ കാണാഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലും ഞങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലും ഒക്കെ ഞങ്ങൾ പോയി അന്വേഷിച്ചു. അവൾ എവിടെയും ചെന്നിട്ടില്ല. എനിക്ക് പേടിയാവുന്നു സാറേ. എന്റെ മോള്. കരയണ്ട മാഷേ, നമുക്കിപ്പോ തന്നെ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് മോൾ എവിടെയാ പോയെന്ന് അന്വേഷിക്കാം. ഒന്നു വന്നേ. ഈ ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. ഈ കുട്ടിക്ക് പ്രേമം വല്ലതും ഉണ്ടോ? ഈ മൊബൈലിലോ മറ്റോ കുത്തി കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല സാറേ. എന്റെ മോള് മറ്റു പിള്ളേരെ പോലെ ഒന്നുമല്ല. മൊബൈലിൽ കളിക്കുകയൊന്നും ചെയ്യില്ല. ആരോടും വലിയ വർത്തമാനമൊന്നും ഇല്ലാത്ത കുട്ടിയാ. എങ്കിൽ താൻ പേടിക്കണ്ട. ചിലപ്പോ ക്യൂവിൽ നിന്ന് ഏതെങ്കിലും ബാങ്കിന്റെ മുന്നിൽ പെട്ടുപോയിട്ടുണ്ടാവും. വരും, വരാതിരിക്കത്തില്ല. ഒരു രാത്രി കഴിഞ്ഞു സാറേ. സാറേ, ഒരു പരാതിയുണ്ട്. എന്ത് പരാതി? എന്റെ പേര് കോമളൻ, PP കോമളൻ. താൻ കാര്യം പറയടോ. ഞാൻ ഈ പരാതിയിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് സങ്കടം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. കുന്നത്തടി പോലീസ് സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർക്ക് PP കോമളൻ സമർപ്പിക്കുന്ന പരാതി. ഇന്നലെ രാവിലെ 9 മണി മുതൽ എന്റെ മകൻ ലിബീഷിനെ കാണാതായിരിക്കുന്നു. രാവിലെ ഫെഡറൽ ബാങ്ക് ATMലേക്ക് പോയതാണ്. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. മലയാളവും ബംഗാളിയും സംസാരിക്കും. എന്റെ മകനെ താങ്കൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. വിശ്വസ്തയോടെ PP കോമളൻ. ഇത് കഷ്ടമായി പോയല്ലോ. അല്ല, ഇയാള് മലയാളവും ബംഗാളിയും സംസാരിക്കുന്നില്ലേ പറഞ്ഞത്? അതെ. ഇനിയിപ്പോ ബംഗാളിലോട്ടോ മറ്റോ പോയിട്ടുണ്ടാവോ? അയ്യോ സാറേ, അവനെ നാട് വിട്ട് ഒരിടത്തേക്കും പോവില്ല. എനിക്ക് ഉറപ്പാ. എന്താ അവന്റെ പണി? പെയിന്റിങ്ങാ സാറേ. കുറെ നാളായിട്ട് അവന് പണിയൊന്നുമില്ല. കുറച്ച് കാശെടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയതാ.
അല്ല, നിങ്ങളുടെ മകളെ എവിടെന്നാ കാണാതായെന്ന് പറഞ്ഞേ? ബാങ്കിൽ പോയതാ സാറേ. ഇങ്ങേരുടെ മകനും നിങ്ങളുടെ മകളും രണ്ടുപേരെയും കാണാതായിരിക്കുന്നത് ബാങ്കിൽ നിന്നാ. അങ്ങനെ പറയുമ്പോ അതിലെന്തോ ഒരു കോമൺ ഫാക്ടർ ഇല്ലേ? ഉണ്ട്. ഇതിലിപ്പോ സംശയിക്കാനൊന്നുമില്ല, സംഗതി അത് തന്നെ. അല്ല, ഒരു സംശയം മാത്രമാ. അത്ര ഇപ്പോ പറയാൻ പറ്റൂ. ഇപ്പോ പലരും ബാങ്കിന്റെ മുന്നിലും ആണല്ലോ. ഉറപ്പിച്ചൊന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. അതെ സാറേ, രണ്ടുപേരുടെ മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് സൈബർ സെല്ലിനൊന്ന് കൊടുത്തു നോക്കാം. സാർ എനിക്ക് തോന്നുന്നതേ ഇയാളുടെ മകൻ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയതായിരിക്കുമെന്നാ. മനുഷ്യ വല്ല അപവാദവും പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ആഹാ, എങ്കിലും ഒന്ന് കാണണമല്ലോ. എടോ, എന്റെ മകൻ പോയിട്ടുണ്ടെങ്കിലേ തന്റെ മോള് കണ്ണും കൈയും കാണിച്ച് മയക്കിയെടുത്തതായിരിക്കും. അല്ലാതെ എന്റെ മകൻ പോവില്ല. എന്റെ മോൾ അങ്ങനൊന്നും പോകത്തില്ല. ഒരാളുടെ മുഖത്ത് പോലും നോക്കാത്ത കൊച്ചാ. തന്റെ മോൻ കറക്കിയെടുത്തത് തന്നെ. ഇനി രണ്ടും മിണ്ടിയാ രണ്ടിനെ ഞാൻ തൂക്കിയെടുത്ത് അകത്താക്കും. ഞങ്ങളൊരു പോസിബിലിറ്റി പറഞ്ഞു എന്ന് വെച്ച് അതിന്റെ പേരിൽ നെളിയൊന്നും വേണ്ട കേട്ടോ. രണ്ടുപേരും പോയത് രണ്ടു വഴിക്കാണെങ്കിലോ? അതെ. താനാ സൈബർ സെൽ എന്ന് വിളിച്ചേ. സാറേ, ആ പയ്യന്റെ നമ്പർ ട്രേസ് ചെയ്തപ്പോ എവിടെയാ ടവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞേ? നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിന്റെ ബിൽഡിംഗിൽ അവിടെയാന്നാ പറഞ്ഞത്. എങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ കാണും സാറേ. ATM മുന്നിൽ തന്നെ കാണും. എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ സെക്സ് റാക്കറ്റിന്റെ ആളാണ്. പെണ്ണിനെ അപ്പൊ തന്നെ ചിലപ്പോ അവൻ മാറ്റിക്കാണും. എന്തായാലും അവനെ പൊക്കിയാ സാറിന്റെ ഇപ്പോഴുള്ള ദുഷ്പേരൊക്കെ മാറിക്കിട്ടും. എന്ത് ദുഷ്പേര്? സാറ് നാറിയാണ്, തെണ്ടിയാണ്, തല്ലിപ്പൊളിയാണ്, ചെറ്റയാണ്. ഇതൊന്നും ഞാൻ പറയുന്നല്ല സാറേ, നാട്ടുകാർ പറയുന്ന. നാട്ടുകാർ പോയി തൊലയാൻ പറയൂ. ഞാൻ പറയില്ല, സാറ് പറ. സാറേ, ആ പയ്യനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പെൺവാണിഭക്കാരിൽ നിന്നും സാറ് കൈക്കൂലി മേടിച്ചിട്ട് ആ പയ്യനെ സാറ് രക്ഷപ്പെടുത്തിയെന്ന് നാട്ടുകാർ പറയും. സാറേ, ഫോണ്. ഹലോ സനൂപേ. സാറേ ഞാൻ അവനെ കണ്ടു സാറേ. SPTയുടെ ATMന്റെ അവിടുന്ന് അവനെ കണ്ടപ്പോ ഓടി സാറേ. എടോ, അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ വിടരുത്. SPT വഴി വണ്ടി വിടറോ? ഓക്കെ സാർ. നിന്നില്ലേ നിന്റെ കാര്യം തല്ലി ഓടിക്കും. നിക്കടാ. നിക്കാനാ പറഞ്ഞത്. നിക്കടവിടെ. അവിടെ നിൽക്കാൻ. നിക്കടാ. അയ്യോ, സാറേ ഇവനാ പെണ്ണി തട്ടിക്കൊണ്ട് പോയത്. തല്ലല്ലേ സാറേ. സത്യം പറയടാ, എവിടാ അവള്? മാറോ. അയ്യോ, സത്യം പറയടാ, എവിടാ അവള്? ഏത് സെക്സ് റാക്കറ്റിനാടാ അവളെ നീ വിറ്റത്? അയ്യോ സാറേ, എന്നൊന്നും ചെയ്യലേ സാറേ. ഞാൻ നിരപരാധിയാ സാർ. നീ നിരപരാധിയാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇങ്ങോട്ട് സാറേ, സാറേ ചാനൽ വിളിക്കുന്നേ. വിളിക്കണോ അവരെ? ചേട്ടാ, ഞാനേ പച്ചക്കറികളൊക്കെ വാങ്ങിട്ടോ. എനിക്ക് ചേട്ടൻ വാങ്ങിയാൽ ശരിയാവത്തില്ല. ഞാൻ തന്നെ തെരഞ്ഞെടുത്താലേ ശരിയാവൂ. ഞാൻ തന്നെ വാങ്ങിക്കൊണ്ട് വന്നു. അല്ല, ആരാ ഇത്? ഷീലയോ? ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എങ്ങോട്ടാ യാത്ര? ഇന്ന് ലീവാണോ? ഓഫാ ചേച്ചി. പിന്നെ ചില്ലറ ക്യാൻവാസിംഗ് ഉണ്ട്. ക്യാൻവാസിങ്ങോ? എന്ത് ക്യാൻവാസിങ്? നമ്മൾ ഇൻഷുറൻസ് പോളിസിയിൽ ചേർപ്പിക്കുന്നതിന് ക്യാൻവാസിംഗ് എന്നാ പറയാ. ഇവിടെ അടുത്തൊരു കക്ഷിയുണ്ടേ. ആണോ? നന്നായി. എന്നാ ഞാൻ അങ്ങോട്ട്. ചേച്ചി, ചേച്ചി, ചേച്ചി പോലീസല്ലേ? അതെ. എന്നെ രക്ഷിക്കണം. എന്താ കുട്ടി? ചേച്ചി എന്നെ രക്ഷിക്കണം. എന്താ കാര്യമെന്ന് പറ. ചേച്ചി, എന്റെ ചേട്ടന് പോലീസ് പിടിച്ചോണ്ട് പോയി. എന്തിന്? എന്താ പ്രശ്നം? അയ്യോ, വാ കുട്ടി, നമുക്ക് വീട്ടിലിരുന്ന് സംസാരിക്കാം. വാ. ചേച്ചി, SI സാറിനോടൊന്ന് വിളിച്ചു പറഞ്ഞ് എന്റെ ചേട്ടനെ രക്ഷിക്കണം. കുട്ടി ഒന്നും പേടിക്കണ്ട, ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം.
എടുക്കുന്നില്ലല്ലോ. സാരമില്ല, കുറച്ച് കഴിയുമ്പോ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചോളും. അല്ല, കുട്ടിയുടെ ആരാ ഇയാള്? ഹസ്ബൻഡാണോ? അല്ല, ഞങ്ങൾ ഒളിച്ചോടിയതാ. അയ്യോ, ഒളിച്ചോടിയതോ? അപ്പൊ പ്രശ്നമാണല്ലോ. അപ്പൊ നിങ്ങള് ലവ് ആണല്ലേ? കൂടെ പഠിച്ചതാണോ? അല്ല. ആ, അപ്പൊ ഫേസ്ബുക്കിലൂടെ ആയിരിക്കും. ഈ ചാറ്റിങ്ങിലൂടെ ആണല്ലോ ഈ പ്രേമത്തിന്റെ ഒക്കെ തുടക്കമേ. ഇല്ല ചേച്ചി, ഞാൻ ഫേസ്ബുക്കിലൊന്നും ഇല്ല. എന്തിനു ഫേസ്ബുക്ക്? വാട്സപ്പ് മതിയല്ലോ. എന്റെ കുട്ടി, നിന്നെ പോലുള്ള കുട്ടികൾ ഇങ്ങനെ ആൺപിള്ളേരുടെ വലയിലൊന്നും വീഴരുത്. നമ്മള് സ്ത്രീകള് കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് നിൽക്കണ്ടേ. ഞാൻ വാട്സപ്പിലില്ല ചേച്ചി. അപ്പോ കൂടെ പഠിച്ചതല്ല, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇല്ല. പിന്നെ നീ കയറുന്ന ഏതെങ്കിലും ബസ്സിലെ കണ്ടക്ടറോ കിളിയോ ആണോ, അതോ അയൽവക്കത്തെ പയ്യനോ? ഇതൊന്നും അല്ല ചേച്ചി, ഞങ്ങൾ ഈയിടെ പരിചയപ്പെട്ടതാ. എവിടുന്ന് പരിചയപ്പെട്ടു? ഒരു ദിവസം ബാങ്കിലെ ATM-ന് മുന്നിൽ നിൽക്കുമ്പോ പരിചയപ്പെട്ടതാ. എന്റെ നേരെ മുന്നിലായിരുന്നു പുള്ളി. കുറെ ATM-ൽ പോയി നോക്കി, കാശില്ലാത്തോണ്ട് കഷ്ടപ്പാടായിരുന്നു. പുള്ളി കാർഡിട്ട് കാശെടുത്തു. എന്റെ കാർഡിട്ടപ്പോ കാശില്ല, ATM-ൽ കാശ് തീർന്നു. എനിക്കാകെ സങ്കടം വന്നു, എന്റെ കണ്ണ് നിറഞ്ഞു. അപ്പോ പുള്ളി എന്നോട് ചോദിച്ചു തൽക്കാലം കാശ് വേണോന്ന്. ഞാൻ വാങ്ങിയില്ല. എന്നിട്ട് പിന്നെ ഒരു ദിവസം സ്റ്റേറ്റ് ബാങ്കിന്റെ ക്യൂവിൽ നിൽക്കുമ്പോ ഞാൻ ആകെ തളർന്നു പോയി ചേച്ചി. 100 കണക്കിന് ആൾക്കാരാ നിൽക്കുന്നത്, ഞാനാണെങ്കിൽ വളരെ പിന്നിലും. അപ്പോ മുന്നിൽ നിന്ന് പുള്ളി എന്നെ കണ്ട് എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പുള്ളിയുടെ 56-ാം നമ്പർ ടോക്കൺ തന്നു. എന്റേത് 276-ാം നമ്പർ ടോക്കൺ ആയിരുന്നു. ഞാൻ വേഗം കാശ് മാറി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും സ്നേഹമുള്ള ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അത് കൊള്ളാലോ. പിന്നെ എന്ത് ചെയ്തു? ഭയങ്കര ക്ഷീണമായിരുന്നു ചേച്ചി. അപ്പോ അടുത്തുള്ളൊരു ഐസ്ക്രീം കടയിൽ കയറി ഒരു ഐസ്ക്രീം കഴിച്ചു. അപ്പോ അവിടെ നിന്നാ പരിചയപ്പെട്ടത്. പുള്ളി എന്തു പറഞ്ഞു? ചുമ്മാ പുള്ളിയുടെ ഓരോ കഷ്ടപ്പാട് പറഞ്ഞു ചേച്ചി. പെയിന്റിംഗ് പണിയാ, വീട്ടിൽ പെയിന്റ് അടിക്കുന്ന പണിയേ. ഈ നോട്ടിന്റെ ക്ഷാമം കാരണം ആരും പണി എടുപ്പിക്കുന്നില്ല എന്നാ പറഞ്ഞ്. പെങ്ങളുടെ കുട്ടിക്ക് സുഖമില്ലാതിരിക്കുക. അതിന് ഓരോ ദിവസവും നല്ല വിലയുള്ള ഇഞ്ചക്ഷൻ എടുക്കണം. അതിനു വേണ്ടിയാ ദിവസം ATM-ന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. നീ എന്തിനാ ദിവസവും ക്യൂ നിൽക്കുന്നേ? ഞങ്ങളുടെ വീട് പണി നടക്കുവാ, പണിക്കാർക്ക് കാശ് കൊടുക്കാൻ. അപ്പൊ എങ്ങനെയാ നിനക്ക് അയാൾ ഇഷ്ടമായത്? എന്റെ ചേച്ചി, പാവം തോന്നി. ATM-ന്റെ മുന്നിൽ നിന്ന് എന്റെ കണ്ണു നിറഞ്ഞപ്പോ സ്വന്തം കാശിനെ ഏൽപ്പിക്കാൻ സന്മനസ് കാണിച്ച ആളല്ലേ. അപ്പൊ ആളിന് കല്യാണത്തിന്റെ പരിപാടിയോ പ്രേമോ ഉണ്ടായിരുന്നില്ലേ? ഒന്നുമില്ലെന്നാ പറഞ്ഞേ. ചെറുപ്പത്തിൽ ചുമ്മാ വായി നോക്കി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോ കല്യാണം കഴിക്കണമെന്ന് വീട്ടിൽ താല്പര്യം. പക്ഷേ പെണ്ണ് കാണാൻ പോയാല് എല്ലായിടത്തു നിന്നും വലിയ അവഗണനയാ. പെയിന്റിംഗ് കാരനെ കല്യാണം കഴിക്കാൻ പെൺപിള്ളേർക്കൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞു. എല്ലാവർക്കും വലിയ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാത്രം മതിയെന്ന്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ ആർക്കും വേണ്ടാന്ന് പുള്ളി പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇതൊരു പാവമാണെന്ന് തോന്നുന്നു. എടി, ആൺപിള്ളേര് പലതും പറയും, അതും കേട്ട് നമ്മൾ എടുത്ത് ചാടരുത്. എന്നിട്ട് പറ. അങ്ങനെ സിൻഡിക്കേറ്റ് ബാങ്കിന്റെയും SBTയുടെയും ഫെഡറൽ ബാങ്കിന്റെയും ATM-ലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കാണാൻ തുടങ്ങി. ഒരുമിച്ച് ക്യൂ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് എനിക്ക് തോന്നി ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു ചേട്ടനെ കല്യാണം കഴിച്ചാൽ എന്താന്ന്. പക്ഷേ വീട്ടുകാർ പ്രശ്നമാക്കുന്ന പേടി കാരണം ആരോടും ഒന്നും പറയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യാന്ന് തോന്നി. രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോ അവിടെ അവധിയാ. തൽക്കാലം ഞങ്ങൾ ഇന്നലെ ലോഡ്ജിൽ പോയി താമസിച്ചു. നിങ്ങൾ രണ്ടും ചില്ലറക്കാരല്ലല്ലോ. ഇനിയിപ്പോ അവൻ നിന്നെ കല്യാണം കഴിക്കോ? എനിക്ക് തോന്നുന്നില്ല. എടി, കല്യാണത്തിന് മുമ്പ് ലോഡ്ജിലൊന്നും പോയി നിൽക്കരുത്, അതൊക്കെ മോശമല്ലേ? ചേച്ചി, ചേട്ടൻ നല്ല ആളാ, എന്നും എന്റെ കൂടെ കാണും, എനിക്ക് ഉറപ്പാ. അതൊക്കെ പോട്ടെ, ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? അയാളെ എങ്ങനെയാ പോലീസ് പിടിച്ചത്? ചേട്ടന്റെ എന്റെയും വീട്ടുകാര് പോലീസിന് പരാതി കൊടുത്തപ്പോ ചേട്ടനെ ഒരു ബാങ്കിന്റെ ATM-ന്റെ മുന്നിൽ നിന്നും പോലീസ് പിടിച്ചതാ. അപ്പൊ നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? അല്പ ദൂരെ നിൽക്കായിരുന്നു. എന്നെ അവര് കണ്ടില്ല.
ഞാൻ ഓടി എത്തിയപ്പോഴേക്കും അവര് കൊണ്ടുപോയി ചേച്ചി. അല്ല, പിറ്റേന്ന് വീണ്ടും ക്യൂ നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 2000 രൂപയുടെ നോട്ട് ലോഡ്ജുകാർ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു ചേച്ചി. ചില്ലറ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോ ചില്ലറുള്ള ATM നോക്കി ഇറങ്ങിയതാ വിവാഹം രജിസ്റ്റർ ചെയ്യാനേ. ഹലോ ചേട്ടാ. നീ എന്നെ വിളിച്ചായിരുന്നോ? അതെ ഏട്ടാ, അവിടെ ഒരു പയ്യനെ പിടിച്ചിട്ടില്ലേ? ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിയ. പിടിച്ചു. ആ പെണ്ണിനെ അവരെവിടെ കൊണ്ട് ഒളിപ്പിച്ചു എന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. ഇനിയിപ്പോ അവൻ വല്ല സെക്സ് മാഫിയാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ചേട്ടാ, അവൻ ഒരു പാവോ. അവനെ ഒന്നും ചെയ്യരുത്. ആ പെണ്ണിവിടെയുണ്ട്. അവിടെയോ? അതെ ഏട്ടാ, അവര് കല്യാണം കഴിക്കാൻ ഒളിച്ചോടിയതാ. അവനെ ഒന്നും ചെയ്യണ്ട. പെണ്ണിപ്പൊ അവിടെ എത്തും. അത് കൊള്ളാലോ. നീ ഇപ്പോ പോലീസിനെക്കാളും വലിയ CID ആയോ? പിന്നല്ലാതെ. I am CID കാഞ്ചന. Just remember that. ഒരല്പം ക്രൂരമായി പോയി എന്ന് എനിക്കറിയാം സർ. ഐ എം സോറി. ബട്ട് ഒരപേക്ഷയുണ്ട്. സൽക്കാരവും പാർട്ടിയും സ്വാപ്പിങ്ങും ഡിന്നറും ബഹളവും ഒക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സാറിന് മാത്രമായിട്ട് ഇവരെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കണം. കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. എന്തായി ദിനേശേട്ടാ പെണ്ണിന്റെ കേസ്? ഒന്നും പറയണ്ട. സ്റ്റേഷനിൽ നിന്ന് നല്ല മേളമായിരുന്നു. ഭയങ്കര ക്ഷീണം. നീ ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ. അവന്റെ കാര്യം എന്തായിന്ന് പറ, എന്നിട്ട് തരാം വെള്ളം. എടി, ആദ്യം നീ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന നിന്റെ ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ. എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം. ദൂഷണം കേൾക്കാനുള്ള ഒരു ആകാംക്ഷയെ. എന്തായിന്ന് പറ ദിനേശേട്ടാ. എടി, ആ പെണ്ണും ചെറുക്കനും പരസ്പരം ഇഷ്ടാന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ ഉടനെ തന്നെ അവരുടെ വീട്ടുകാരെ അങ്ങ് വിവരം അറിയിച്ചു. എന്റെ അമ്മോ, ഞാനൊന്നത് കഴിച്ചിട്ട് കുളിക്കട്ടെ. നിക്ക്. എന്നിട്ട് എന്തായിന്ന് പറ. എടി, രണ്ടുപേരുടെയും തന്തയും തള്ളയും ഇടിച്ചു കുത്തി സ്റ്റേഷനിൽ വന്നു. ഈ പിള്ളേരാണെങ്കിൽ അവരുടെ കൂടെ പോകാനോട്ട് തയ്യാറുമല്ല. അവസാനം കുടുംബക്കാര് തമ്മിൽ തല്ല്. അത് കൊള്ളാം. അന്നേരം ദിനേശേട്ടൻ സുരേഷ് ഗോപി സ്റ്റൈലിൽ ഒരു ഡയലോഗ് പറയണ്ടായിരുന്നോ? പിന്നെ സുരേഷ് ഗോപിയുടെ ഡയലോഗ്. എടി, രണ്ടു കൂട്ടരെ ഒരു വിധത്തിലാ പേടിപ്പിച്ച് വിട്ടത്. ആ പെണ്ണും ചെക്കനും ചെറുക്കൻ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുക. പോകാൻ പറഞ്ഞിട്ടോട്ട് പോകുന്നില്ല. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ പോകുള്ളൂന്ന്. ആ പെണ്ണ് ഏതോ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് പോയി. പ്രേമം തലയ്ക്ക് പിടിച്ചാ പിന്നെ തന്തയും തള്ളയും വേണ്ടല്ലോ. ഇനിയിപ്പോ എന്തോ ചെയ്യും? ആ ഷിജി സാറും ആലിക്കുട്ടിയും കൂടെ ആ ചെറുക്കന്റെ തോളത്ത് കേട്ട് പുറത്തോട്ട് കൊണ്ട് പോകുന്ന കണ്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. ഇനി അവനെ തുറക്കാനായിരിക്കും ഉദ്ദേശം. അതെന്തെങ്കിലും ആവട്ടെ. നീ ചോറ് വിളമ്പ്. ഭയങ്കര വിശപ്പ്. കുളിച്ചിട്ട് താ വരുന്നു. പ്രേമം വരുന്ന ഓരോ വഴികളെ. വരുവാ ദിനേശേട്ടാ. ആ നോട്ട് നിരോധനത്തെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭംഗി. ഇവിടെ വേണ്ട ATMന്റെ ക്യൂവിൽ നിന്ന് പ്രണയിച്ച് കുടുംബക്കാർ തമ്മിൽ ഇപ്പൊ വെട്ടും കുത്തുവായി. അതിപ്പോ എനിക്ക് വലിയ പണിയായിരിക്കുക. ശരി, ഞാൻ വിളിക്കാം. സാർ, എന്തായിടോ പോയ കാര്യം? ഒരു രക്ഷയില്ല സാറേ. ഒരുത്തനും അടുക്കുന്നില്ല. നീ രണ്ടു വീട്ടിലും പോയോ? ഇനി ഇങ്ങനെ ഒരു മക്കളെ ഇല്ലെന്നാ രണ്ടു കൂട്ടരും പറയുന്നേ. അവർക്ക് ഇനി ഒരു കാര്യം അറിയണ്ടെന്ന്. അതിനവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലല്ലേ. കുഴപ്പം അവരുടെ അല്ല, നോട്ട് നിരോധിച്ചവരുടെയാണ്. നോട്ട് നിരോധിച്ചവരുടെ? എടോ, നോട്ട് നിരോധിച്ചുകൊണ്ടല്ലേ അവർ ATMന്റെയും ബാങ്കിന്റെയും ഫ്രണ്ടിൽ പോയി ക്യൂ നിന്നത്? അതെ. അതുകൊണ്ടല്ലേടോ അവര് പ്രണയത്തിലായത്? അതെ. അപ്പൊ ആരാണ് കുറ്റക്കാര്? അതെ, അല്ല, നോട്ട് നിരോധിച്ചവര്. അതാണ്. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. വീട്ടുകാർക്ക് അവരെ ഏറ്റെടുത്ത് നന്നാക്കാൻ ഒരു താല്പര്യവും ഇല്ല. പിന്നെ നമ്മക്കെന്താ? എടോ, രണ്ടുപേരെയും പിരിച്ചു കൊടുക്കാവെന്നും പറഞ്ഞ് ഇച്ചിരി ചില്ലറ വാങ്ങിക്കാനായിരുന്നു ഉദ്ദേശം. ഈ കാശ് മേടിച്ചു കഴിഞ്ഞ അവര് ഒളിച്ചോടിയാ. ഞാൻ എന്നാ ചെയ്യാവെന്നും പറഞ്ഞ് എനിക്ക് കൈ ഒഴിയാലോ. വേറൊരു ഐഡിയ. എന്താ സാറേ? ഈ കല്യാണം നടത്തി കൊടുക്കാവെന്നും പറഞ്ഞ് ആ ചെക്കന്റെയും പെണ്ണിന്റെയും കയ്യിൽ നിന്ന് നമുക്ക് പൈസ വാങ്ങിച്ചാലോ? അല്ല, അതിനവര് വീഴോ സാറേ? നീ ആ ചെക്കനോട് പറയണം, നിന്നെ ഏതു നിമിഷം ആക്രമിക്കാൻ വരുമെന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ CI ഷിജുവിന്റെ സഹായത്തോടുകൂടി കല്യാണം നടത്തണമെന്ന്. എന്നാ ചിലപ്പം വീഴും സാറേ. ഈ നശിച്ച നോട്ട് നിരോധനം കാരണം 5 പൈസ കൈക്കൂലി കിട്ടുന്നില്ലെന്നേ. ഇങ്ങനെങ്കിലും 10 പൈസ തടയട്ടെ. അപ്പോ ഇനി കല്യാണം. എന്താണോ ഇത്? ഇവിടെ ചടങ്ങ് നടക്കുമെന്നൊന്ന് പോവാ.
കൂവാണോ? കൂവിയതല്ല സാർ, ചെരവേട്ടോ. അല്ല, കൊരവേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം അല്ലേ? അലിക്കുട്ടി, മാലയ്ക്ക് ഇത്. സാറേ കെട്ടുന്നതിന് മുമ്പ് 5 മിനിറ്റ് അവന് കൊടുത്താലാ ഓടി രക്ഷപ്പെടണേ രക്ഷപ്പെടുത്തും. എന്തിനാ 1 മിനിറ്റ് പോലും കൊടുക്കരുത്? നമ്മുടെ ഒന്നും കല്യാണത്തിന് 5 മിനിറ്റ് ആരും തന്നില്ലല്ലോ. ഇതൊക്കെ അനുഭവിച്ച് തീരേണ്ട കേസാണ്. അനുഭവിച്ച് തന്നെ തീരണം. പിടിക്കും അനുഗ്രഹിച്ച സാറേ അയ്യോ സാറിന് എന്നെ കല്യാണം കഴിക്കണ്ടേ? ഒരു മിനിറ്റ്. അപ്പൊ ഇനി ചടങ്ങുകൾ ആരംഭിക്കാം അല്ലേ രക്ഷിതാക്കളെ? നടക്കട്ടെ. ഒരു മോളേ ഉള്ളൂ അല്ലേ? എന്തിനധികം? ഇത്രയൊക്കെ ഉള്ളൂ സാറേ മനുഷ്യന്റെ കാര്യം. എല്ലാരും ചിരിച്ചേ. കൊന്നത്തടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന വളരെ പ്രത്യേകത ഉള്ള ഒരു വിവാഹ ചടങ്ങിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പ്രണയിച്ച 2 പേർ തമ്മിലുള്ള വിവാഹം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്നു എന്ന് മാത്രമല്ല ഈ വിവാഹത്തിന്റെ പുതുമ. നവംബർ 8-ന് ശേഷം വിവിധ ബാങ്കുകളുടെ ATMകളിൽ ക്യൂ നിന്ന് പരിചയപ്പെട്ട ഒരു യുവാവും യുവതിയും ചുരുങ്ങിയ കാലയളവിൽ പ്രണയബദ്ധരായി നടത്തുന്ന വിവാഹമാണ്. അതാണ് ഇതിന്റെ പുതുമ. തെങ്ങുമരം CI ഷിജു ഡാനിയന്റെ കാർമ്മികത്വത്തിലാണ് ഈ വിവാഹം നടക്കുന്നത്. ഷിജു സാർ, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നല്ലേ? ഇതാണ് സ്വർഗം. ഇനിയാണ് ഇവർ നരകത്തിലേക്ക് പോകാൻ പോകുന്നത്. നമ്മളതിന് സാക്ഷിയായി നിന്നു എന്നതിൽ സന്തോഷമുണ്ട് അല്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉടനെ ഒരു ATM ചെന്ന് ക്യൂ നിൽക്കണം. അയ്യോ, അപ്പൊ ഈ ക്യൂ നിന്നതൊന്നും പോരെ? അതെ സാറേ, ഈ ഡ്രസ്സ് വാങ്ങാൻ പോലും കയ്യിൽ കാശില്ല. അതാ നോട്ട് ദുരിതത്തിന്റെ ഈ കാലത്ത് ഈ ദമ്പതിമാരെ ഏതെങ്കിലും ബാങ്കിന്റെ ATMന് മുന്നിൽ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ചക്ക ചാനൽ റിപ്പോർട്ടർ വരിക്കപ്ലാവിൽ തോപ്പിച്ചാൽ ഗുഡ് ബൈ.